ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചയൊക്കെ ഒന്നാണ്. ഒന്നുമില്ല സാർ, സോറി സാർ. പക്ഷേ ഒന്നുമില്ല. റിപ്പോർട്ട് എഴുത്ത് കാരണം നേരം വൈകി. കമ്പനിയുടെ കാര്യമായതുകൊണ്ട് മാത്രമാ. മൂന്താ, ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എല്ലാം നിന്റെ നന്മക്ക് വേണ്ടി ആയിരുന്നെന്ന് ഒടുവിലെങ്കിലും നീ മനസ്സിലാക്കും. എന്തോ ആവട്ടെ. ആ പ്രാന്തം വെളി വന്നിപ്പുണ്ട്. നീ അങ്ങോട്ട് അവനെ പറഞ്ഞു വിട്ടെ. ആര്? സുരേന്ദ്രനോ? ആ ഏത് ഇന്ദ്രനോ? ഒരാഴ്ച കഴിഞ്ഞെന്നോ ഒരാഴ്ചക്കകമെന്നോ എന്തൊക്കെ അവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇന്നാളവൻ എന്നോട് പറയാ അവനാണിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന്. ഞാൻ സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ എന്ത് ചെയ്യാൻ? അങ്ങനെ വല്ലോ അവൻ പറയുകയാണെങ്കിൽ നീയും സമ്മതിച്ചു കൊടുത്താൽ മതി. പാവം ഭ്രാന്തനല്ലേ. പിന്നെ ഭ്രാന്തന്മാരോട് തർക്കിക്കാൻ നിന്നാല് അവര് വയലന്റ് ആവും, പ്രശ്നമാവും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. വിശ്വനാഥ് ഹിയർ. യെസ് യെസ് സർ, യെസ് സർ. റിപ്പോർട്ട് റെഡിയാണോ? ഒന്ന് MD യാ? ഓ, വളരെ വിശദമായ റിപ്പോർട്ടാണല്ലോ. കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിലൊക്കെ ഉറങ്ങാതിരുന്ന് തയ്യാറാക്കിയതാണ് സർ. വെരി ഗുഡ്. താങ്ക് യു. ഞാൻ ഫ്ലാറ്റർ ചെയ്യല്ല. ഒരുപാട് കാലം ഈ കമ്പനി ജോലി ചെയ്ത ഒരാൾക്ക് ഇത്രയും വിപുലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റൂ? അത് ശരിയാണ് സർ, അത് ശരിയാണ്. ഇറ്റ് ഈസ് റിയലി റിമാർക്കബിൾ. താങ്ക് യു വെരി മച്ച്. അല്ല, ഞാനേ ഇതൊക്കെ നോക്കിയിട്ട് വിശ്വനാഥിനെ വിളിക്കാം. താങ്ക് യു. വിശ്വം, ഇമ്പോർട്ട് ലൈസൻസ് ഉടനടി വേണം. ഇനി ഒട്ടും വൈകൂടാ. സാർ അറിഞ്ഞില്ലേ, ഇവാൻ ലണ്ടൻ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഫൈനൽ TV-യിലുണ്ട്. സാർ കാണണം. നമുക്ക് പല പുതിയ ടെക്നിക്കുകളും പഠിക്കണ്ടേ? അല്ല, അതുപോട്ടെ. നിങ്ങളെ ലൈസൻസിന്റെ ആളെ നാളെ തന്നെ വിളിച്ചോണ്ട് വരണം. വൈകിയാ ശരിയാവില്ല. അതുകൊണ്ടാ. ഇനി വൈകില്ല സാർ, വൈകില്ല. നമസ്കാരം സാർ. കാലത്ത് മുതൽ എന്റെ കാര്യം ഒരാഴ്ചക്കാവും. സോറി സാർ, പക്ഷെ ഇനി ഇങ്ങനെ വൈകിയാൽ കാര്യം. സാർ സാർ ഞാൻ പറയുന്നൊന്നും കാര്യം സാർ. സാർ 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 ഇതൊന്ന് കേട്ടെ സാർ, പ്ലീസ് സാർ. ഇതെന്താ ഈശ്വര ഇങ്ങനെ? കുമാർ സാബ് എന്നെ സാറേ എന്ന് വിളിക്കരുത്. ഞാനാണ് സാബിനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, അല്ലേ? ചുമ്മാ ഒരുത്തരം കയറി സാറേ അമ്മാവാന്നൊന്നും വിളിക്കുന്ന സ്വഭാവമല്ല എന്റേത്. പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ തെരുവാകെ നടുക്കി കളഞ്ഞില്ലേ വിശ്വം സാറ്? അതൊക്കെ കഴിഞ്ഞ കാര്യം. അത് വിടാം. എന്നെ പോലൊരാൾക്ക് ഇടപെടാൻ പറ്റിയ എത്ര പേർ താമസമുണ്ട് കുമാർ സാബ് ആ തെരുവിൽ? സാബ് യുദ്ധത്തിലൊക്കെ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോന്നോ? കൊള്ളാം. സമോറി പുഴയിൽ സൻഡൂറയ്ക്കും മത്തവാടിക്കും ഇടയിൽ 3 കിലോമീറ്റർ നീളത്തിൽ ഒരു ഉഗ്രൻ പാലമുണ്ട്. ആ പാലം കേണൽ ഭാട്ടിയായുടെ ഒരു ചെറിയ നോട്ടപ്പശവ് മൂലം പാകിസ്ഥാൻകാരുടെ കയ്യിലായി. ടാങ്കും ട്രക്കും ഒക്കെ കുതിച്ചു കുതിച്ച് കയറുക അതിർത്തിയിലോട്ട്. എന്റെ പൊന്നെ, സെക്കൻഡ് ബറ്റാലിയൻ കിടുകിട്ടാ വിറച്ചുപോയി. ഒടുവിൽ ചരിത്ര വസ്തുതയാ. നായേഴ്സ് പ്ലാൻ എന്നാണ് ആ ഓപ്പറേഷനെ പറ്റി ഇന്നും പട്ടാളരേഖയിൽ കാണുക. തകർത്തു ഞാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെ അതെ, ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പലതും സാബിനെ പറ്റി എന്റെ MD-യോട് ഞാൻ കൂട്ടി പറഞ്ഞു. അതൊക്കെ വേറൊരു ഉദ്ദേശത്തിലാ. നല്ല കിളി പോലുള്ള ഒരു മകളുണ്ട് എന്റെ MD-ക്ക്. സദാനന്ദൻ പെണ്ണ് കെട്ടിട്ടില്ലല്ലോ? ഇല്ല. വരട്ടെ, നമുക്ക് കെട്ടിക്കാം. മനസ്സിലായില്ല. മൊണീക്ക ഷൂസ് ഇന്ത്യയിൽ 1ാം കിട കമ്പനികളിൽ ഒന്നാണെന്ന് സാബിന് അറിയാമോ? അറിയാം. ആ കമ്പനിയുടെ മുതലാളിക്ക് കുമാർ സാബിന്റെ കുടുംബവുമായി ഒരു ബന്ധം ഉണ്ടായാൽ കൊള്ളാം എന്നൊരാഗ്രഹം. എന്തൊക്കെയാ വിശ്വം സാറി പറയുന്നേ? സത്യം. ഞാൻ അത്രമാത്രം കുമാർ സാബിനെ പറ്റി എന്റെ MD-യോട് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെന്നർത്ഥം. ഞാൻ കുറച്ച് കൂട്ടിയും പറഞ്ഞു.
സാറിന് ലെതർ ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട് എന്നൊക്കെ. വെറുതെ ഒരു വെയിറ്റ് ഇരിക്കട്ടെ, നമുക്കെന്താ നഷ്ടം? ഓ, ഇതൊക്കെ നടക്കുന്ന കാര്യാണോ? അത് സാബ് പറയരുത്. ഒരു കാലത്തും നടക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്ന വാട്ടർ പൈപ്പ് കണക്ഷൻ വരാൻ പോവുകയല്ലേ? ഓ, ദാറ്റ്സ് റൈറ്റ്. അതുപോലെ ഇതും നടക്കും. എന്റെ കുമാർ സാബേ, ഞാൻ നടത്തും. നായർ സാബ്, ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചുമ്മാ നിന്ന് തന്നാ മതി. 3-ാം തീയതി MD-യുടെ മകളുടെ ജന്മദിനമാണ്. അന്ന് നമ്മൾ അവിടെ പോകുന്നു, MD-യുമായി പരിചയപ്പെടുന്നു. ഇമ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ട്, ബിസിനസ് എന്നൊക്കെ പലതും ഞാൻ പറയും. എല്ലാറ്റിനും കുമാർ സാബ് ചുമ്മാ തലകൂലിക്ക് തന്നാ മതി. സാർ, ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറെ ദിവസമായിട്ട് എന്നെ മെനക്കെടുക്കുന്നു. സാർ ഒന്ന് നിന്നേ സാർ, പറയട്ടെ സാർ. സാർ ഓയ് ഓയ് Anyway, thank you for coming. Enjoy yourself. Excuse me. Hi, Vimla. Mr. Visham, you are little late. Oh, I am sorry. Import license. Sir, please meet Mr. Kumaran Nair. Very glad to meet you, sir. എന്റെ MD-യാ. ഞങ്ങൾ ജന്മദിനക്കാരിക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടായിരുന്നു. മോളെ, come on. മോളെ, പുതിയൊരു അങ്കിളിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, മിസ്റ്റർ കുമാരൻ നായർ. Many happy returns of the day. Thank Many, you. many happy returns of the day. Thank you, Uncle. ഹലോ, പ്ലീസ് റിലാക്സ്, പ്ലീസ്. ഒന്ന് നോക്കൂ. Oh yes. Come on, Kumar sir. Come on. അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ശ്രദ്ധിച്ചോ? പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? മിടുക്കിയ എന്റെ മോനും ഇതേ ഛായ, ഇതേ പൊക്കം, ചേരും. അപ്പൊ എന്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വലിയ ആളുകളുമായി അക്കാര്യം കുമാർ സാബ് എനിക്ക് വിട്ടതാ. പിന്നെ വേറൊരു കാര്യം, സാബ് പട്ടാളത്തിലായിരുന്നു എന്നൊന്നും തൽക്കാലം പറയണ്ട. വേണ്ടേ? വേണ്ട. യുദ്ധകാലത്തെ എന്റെ ചില വീരസാഹസിക കഥകൾ പറഞ്ഞ് ഒന്ന് ഇംപ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോ വേണ്ട. പട്ടാളത്തിന് തൽക്കാലം നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ട. ബിസിനസ് ലെവലിലായിക്കോട്ടെ. ഇമ്പോർട്ട് ലൈസൻസും മറ്റൊന്നും തട്ടിവിട്ടാ മതി. ഓക്കെ. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? ഇവർക്ക് എതിരൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ കാര്യം സദാനന്ദൻ ഇപ്പോ UAE-ലാണ്. അവിടുന്ന് ബഹ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബഹ്റിൽ വന്നാൽ അവന്റെ ശമ്പളം. ഏത് സദാനന്ദൻ? നായർ സാബിന്റെ മകനെ. ഓ, ഐ സി. നമ്മുടെ പയ്യൻ. ഇന്ത്യയിൽ അധികം പേർക്കൊന്നും ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കറിയാം. പല പല ബിസിനസ്സുകളാണ് നായർ സാബിനുള്ളത്. എല്ലാം നോക്കി നടത്താൻ തനിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മകനാണെങ്കിൽ ഗൾഫിലും. അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ലൈസൻസ്. 1 second sir. യെസ് യെസ്. ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പുള്ളിക്ക് കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തതാണേ. നമ്മൾ പറഞ്ഞാൽ മൂപ്പര് ചൈനയിൽ നിന്ന് നേരിട്ട് ലെതർ ഇറക്കി തരും. അത് മതി. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാൽ അല്ലേ? എപ്പോഴാ കാശ് കൊടുക്കേണ്ടത് എന്നെ അറിയിച്ചാ മതി. കേഷ് ഒന്നും വേണ്ട. ചൈനക്കാർക്കും മൂപ്പരെ വലിയ വിശ്വാസമാണ്. ചരക്ക് വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പിന്നെ തൽക്കാലം വെറുതെ ഒരു ഉറപ്പിന് ഒരു 10-20,000 രൂപ കൊടുത്തേക്കാം അല്ലേ? ഓ യെസ്. അപ്പൊ ആ കാര്യം നമുക്ക് അദ്ദേഹം പറയാം. അതെ, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു.
അല്ല സാറിന് വിഷമമുണ്ടോ? വിശ്വ സാറ് പറഞ്ഞാൽ എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുമാർ സാറ് നല്ല 20,000 റുപ്പീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ സാർ. എന്റെ പ്രിസ്റ്റീന്റെ പ്രശ്നമായത്. എന്റെയും.